ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഈ സീസണിലെ ആദ്യത്തെ ടൂർണമെൻ്റ് ആയിട്ടുള്ള ഡ്യൂറൻ കപ്പിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരുപാട് ടൂർണമെൻറ്റിൽ നിന്ന് നമ്മൾ പുറത്തായിട്ടുണ്ട്. വേറെ ഒന്നും നമുക്ക് എടുത്ത് പറയാനില്ലെങ്കിലും ഈ കാര്യത്തിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും ഫുൾ എ പ്ലസ് ആണ്. പക്ഷേ ഈ പുറത്താവൽ ഇച്ചിരി കൂടുതൽ നമ്മൾ വിമർശിക്കപ്പെടേണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബംഗളൂരു എഫ് സിക്കെതിരെ നമ്മൾ ഈ ഒരു മാച്ച് അവസാന മിനിറ്റിൽ ആണ് തോൽക്കുന്നതെങ്കിൽ പോലും, ഒരു ഗോൾ വഴങ്ങി തോൽക്കുന്നതെങ്കിൽ പോലും, ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു തോൽവി മണത്തിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ചേഞ്ച് വന്നില്ല. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പന്ത് പോലും കാര്യമായ രീതിയിൽ കിട്ടാത്തതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത് 35%. ആകെ 65 പാസുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഈ പൊസിഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പാസുകളുടെ കാര്യത്തിലോ കളി കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലോ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലോ ബ്ലാസ്റ്റേഴ്സിന് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഡിഫെൻഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു മാച്ചിൽ മെജോറിറ്റി ടൈമിലും ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു മോശം ടാക്ടിക്സ് ആണെന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഡിഫൻസീവ് മൂവ്മെന്റ്സിനെ പറ്റിയും ഡിഫൻസീവ് ഫോർമേഷൻസിനെ പറ്റിയും ഓൾറെഡി പൊക്കി പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തന്നെയാണത്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ പന്ത് നമുക്ക് കിട്ടുമ്പോൾ അത് ഹോൾഡ് ചെയ്യണം. 90 മിനിറ്റ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ എപ്പോഴെങ്കിലും ഒരു തവണ നമ്മൾ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യണം. പോഷൻ കിട്ടുന്നില്ല, ഈ പറഞ്ഞ പോലെ അവർ കൈവശം വെക്കുന്നു, അത് നമുക്ക് വിടാം. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ പന്ത് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമല്ലോ. അതിപ്പോൾ റീസ്റ്റാർട്ട് കിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന സമയത്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് പന്ത് കിട്ടും. ആ സമയത്ത് പന്ത് കീപ്പ് ചെയ്യാൻ ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ അവർ അറ്റാക്ക് ചെയ്യുന്നു, അവർ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുന്നുണ്ടാവും, ബിൽഡപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പാസുകൾ കളിക്കുന്നുണ്ടാവും. പക്ഷേ പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബ്ലാസ്റ്റേഴ്സ് പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ പന്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബിഗിനർ ലെവൽ ഓഫ് ആ ഒരു മിസ്റ്റേക്സും എറേഴ്സും മിസ് പാസുകളും ഇവിടെയാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ ആ തുടക്കത്തിലുള്ള ഒരു ടീമിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത്. പക്ഷേ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ആ മാച്ചിനുള്ളതിനും നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് വിനയായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഓപ്പൺ ടീം ബിൽഡപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓപ്പൺ ടീം പാസുകൾ കളിക്കുമ്പോഴും വൈഡ് ഏരിയാസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു 4-3-3 മോഡിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രണ്ട് ലൈൻ പെപ്പറയും നോവയും ലൂണയും ചേർന്നിട്ടാണ് ഫ്രണ്ട് ലൈൻ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം മിഡിൽ 3 പേരാണുള്ളത്. സോ 2 വൈഡ് ഏരിയാസിലും സ്പേസ് നല്ല രീതിയിലുണ്ടായിരുന്നു. അവിടെ പ്ലേയേഴ്സിനെ പ്ലേസ് ചെയ്ത് അവരുടെ വിങ്ങേഴ്സിനെയും അവരുടെ ഫുൾ ബാക്സിനെയും പ്ലേസ് ചെയ്തിട്ട് ആ വഴിയൊക്കെ ബിൽഡപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ആ സൈഡിൽ ഒരുപാട് വിങ്ങിൽ ഓപ്പൺ ടീമിന് പോഷൻ കിട്ടുന്നത് പോലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 4-3-3 വെച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വിങ്ങിൽ വരുന്ന സ്പേസും അവിടെ ഈ പറഞ്ഞ പോലെ ആ ഫുൾ ബാക്ക് ആൻഡ് വിങ്ങറായിട്ടുള്ള ഒരു 1-on-1 സിറ്റുവേഷൻസ് ഒക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ ഡിഫെൻഡിങ് ആണ് ആ ഒരു ലക്ഷ്യമെങ്കിൽ, ഓപ്പൺ ടീമിന് പന്ത് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ആണ് ലക്ഷ്യമെങ്കിൽ അവിടെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്തുള്ള ഡിഫൻസീവ് മൂവ്മെന്റ്സും അവിടെ എടുത്തു പറയേണ്ട പേര് മിലോസ് ഡ്രിസിച്ചിനെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് റിക്കവറീസ്, ഗോളെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിക്കവറീസ് മിലോസ് നടത്തുന്നുണ്ടായിരുന്നു. ഒത്ത സപ്പോർട്ട് നമ്മുടെ മറ്റ് ഡിഫൻഡേഴ്സ്, ഇപ്പോൾ പ്രീതം കോട്ടാലാണെങ്കിലും വിങ്ങേഴ്സ് ആയിട്ടുള്ള നവോച്ച പ്രത്യേകിച്ച് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. ഐബാൻ ദോലിനെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഫ്രെഡി ഇറങ്ങി ഒന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മിഡിൽ വരുന്ന 3 പേര് ഡാനിഷ് ഫാറൂഖ്, ഫ്രെഡി, ലൂണ, അതിൽ 3 പേരും, അതിൽ ലൂണ ഉൾപ്പെടെ മിക്കപ്പോഴും വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അത് ഓക്കെയാണ്, ഡിഫെൻഡ് ചെയ്തത് ഓക്കെയാണ്. ആ സമയത്ത് അവരെ കൊണ്ട് ഗോൾ അടുപ്പിച്ചില്ല എന്നുള്ളതും ഓക്കെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പന്ത് റിക്കവർ ചെയ്യുമ്പോഴോ തിരിച്ച് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു മാച്ചിൽ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോർമേഷൻ ചേഞ്ച്. ആകെ ഒരു പോസിറ്റീവായിട്ടും ഒരു പ്രതീക്ഷ കിട്ടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു 60 മിനിറ്റിന് ശേഷം നമ്മുടെ കൊയ്ഫ് നമ്മുടെ ഡിഫൻസിൽ ജോയിൻ ചെയ്തിട്ട് 3CB ഫോർമേഷനിലേക്ക് മാറുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു സീസൺ ഫുൾ ഒരു ഫോർമേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കോച്ച് ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതേപറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഡ്യൂറൻ കപ്പിൽ ഇതുവരെയും അധികം 3CB അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാച്ചിലോ മറ്റോ സെക്കൻഡ് ഹാഫിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നു എന്നല്ലാതെ പ്രോപ്പർ 3CB ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ആ 4-3-3 വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ കാണുന്നു, പന്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഫോർമേഷനിൽ ഒരു ചേഞ്ച് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ ഒരു മാച്ച് കണ്ടത് വെച്ച് 3-4-3 നമ്മുടെ 3 സെൻറ്റർ ബാക്കായിട്ട് കൊയ്ഫും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും മിലോസും വന്നു. ഫുൾ ബാക്ക് ഒന്ന് പുഷ് ചെയ്ത് ഡാനിഷ് ഫാറൂഖിനും ഫ്രെഡിക്കും ഒപ്പം ജോയിൻ ചെയ്ത് റൈറ്റിൽ ഐബാൻ ദോഹലിങ്ങും ലെഫ്റ്റിൽ നവോച്ചും വന്നു. പെപ്പറെ പിൻവലിച്ച് എയ്മനെ ഫ്രണ്ടിലേക്ക് വിട്ടു. എയ്മൻ, ലൂണ, നോവ ഈ 3 പേര് ഫ്രണ്ടിൽ വന്നു. ലൂണയാണ് മിക്കപ്പോഴും ഒരു സെൻറ്റർ ഫോർവേഡ് റോളിൽ കണ്ടത്. ഇവിടെ ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരു മാച്ചിലുടനീളം. പെപ്പറ പോയതിന് ശേഷം അതൊരു ഡിഫറൻസ് ആയിട്ടും അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ അവിടെയും ചെറിയ രീതിയിൽ കൺട്രോൾ കിട്ടുന്നത് പോലെ ഫീൽ ചെയ്തെങ്കിലും അതൊരു ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് മതിയായ റിസോഴ്സസ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പന്ത് കിട്ടുമ്പോൾ നമുക്കത് കീപ്പ് ചെയ്യാനോ അതൊന്ന് ഹോൾഡ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ മിഡിലൊരു പ്ലെയറിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് പന്തുകൾ എത്തുമ്പോൾ അത് പ്രോപ്പറായിട്ട് അത് ചാൻസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഡിഫൻസിന് ഒരു ത്രെട്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട്
ആ മാച്ച് വലിഞ്ഞ് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഷോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും ഡിഫെൻസീവ്ലി ആണ് ജയിച്ചതെങ്കിലും കളി കഴിഞ്ഞ് നമുക്ക് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു എക്സൈറ്റിംഗ് ഗെയിമെന്നോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈങ് ഗെയിമെന്നോ തോന്നിക്കില്ലെങ്കിലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാൻ പറ്റുന്ന 3 പോയിന്റ് നമുക്ക് കിട്ടിയാണ്. പക്ഷേ ഇവിടെ അത് ഇങ്ങനെ ഒരുപാട് നീണ്ടുപോയി. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം കൂടപ്പുറപ്പായിട്ടുള്ള നിർഭാഗ്യം കൂടി വന്നു. ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റ് സെക്കൻഡിലോ മറ്റോ ആണ് ബ്ലാസ്റ്റേഴ്സ് ആ ഗോൾ വഴങ്ങുന്നത്. ഈ ഒരു എൻ്റയർ മാച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരുപാട് തവണ ബോൾ പൊസിഷൻ ഓപ്പൺ ടീം വച്ചത് അത് കണ്ട് പന്ത് കൈവശം വെക്കാൻ മറന്നതുപോലെ, അല്ലെങ്കിൽ പന്ത് തിരിച്ചു കിട്ടുമ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ മറന്നതുപോലെ, അത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ബിഹേവ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴൊക്കെ പന്ത് കിട്ടുന്നുണ്ടോ അതൊക്കെ അപ്പം തന്നെ ഓപ്പണന്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവർ വീണ്ടും പൊസിഷൻ വെക്കുകയും അവർ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. സോ ഒരു ടോട്ടൽ മാച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള മാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ കണ്ട മാച്ചസിൽ ഉള്ള ബ്ലാസ്റ്റേഴ്സിനെ അല്ല നമ്മൾ കണ്ടത്. അറ്റാക്കിംഗ് വൈസ് കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് പോലും ഈ ഒരു മാച്ച് നമുക്ക് എടുത്ത് പറയാൻ പാകത്തിനില്ല. നോവയുടെ 1-2 വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങളും പിന്നെ പെപ്പറുടെ ഒരു ഷോട്ട് മാത്രമാണ് പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അറ്റാക്കിംഗ് വൈസ് ഉണ്ടാക്കാൻ ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്ന രീതിയിൽ നമുക്ക് ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിലേക്ക് ഈ ഒരു മാച്ച് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശ. നമ്മൾ ഒരിക്കലും ഒരു മാച്ച് തോറ്റപ്പോഴേ കോച്ചിനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ ഇവാനാണ് ബെറ്റർ ആ ഒരു കമ്പാരിസൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴേ ഇല്ല. അത് ലോജിക്ക് ഇല്ലാത്തൊരു പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു റെസ്പോൺസ് പോലും, ഒരു മറുപടി കൊടുക്കാൻ പാകത്തിന് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ നിരാശനാക്കുന്നത്. ടീം സ്ക്വാഡ് ഇതുവരെ സെറ്റ് ആവാത്തതുകൊണ്ടായിരിക്കാം. ഇനി അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇപ്പോൾ തന്നെ ISL തുടങ്ങാറായി, എന്താവുന്നുള്ളതൊരു പിടിയില്ല. വരുന്ന ദിവസങ്ങളിലെങ്കിലും ഈ പറഞ്ഞ പോലെ ആവശ്യമായ പൊസിഷൻസിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരികയും അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാക്ടിക്സ് ആണെങ്കിലും ഫോർമേഷൻസ് ആണെങ്കിലും വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് എവിടെയാണോ മിസ്റ്റേക്സ് പറ്റിയത് അവിടേക്ക് പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ടാക്ടിക്കലിയുള്ള കാര്യങ്ങൾ പരിഹരിച്ച് തിരിച്ചു വരാൻ പോകുന്ന ISL സ്വന്തം വരുന്ന ദിവസങ്ങളിൽ ആവശ്യമായ റിക്രൂട്ട്മെന്റും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ടീമിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.